ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ബേസ് ഹൈമാനൂസയുടെ തെയോളജിക്കൽ ടോക്ക് സീരീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൃത്യം 1700 വർഷങ്ങൾക്ക് മുമ്പ് AD 325 നിക്കിയ സുനഗദോസ് നിക്കിയ കൗൺസിൽ നടത്തിയതിൻ്റെ വാർഷികത്തോടനുബന്ധിച്ച് ലയോ 14 പാപ്പ പുറപ്പെടുവിച്ച അപ്പസ്തോലിക പ്രബോധനമാണ് ഇൻ യൂണിതാത്തെ ഫിദൈ, വിശ്വാസത്തിൻ്റെ ഐക്യത്തിൽ. ആദിമസഭ സ്വാംശീകരിച്ച വിശ്വാസത്തിൻ്റെ ഐക്യത്തിൽ ക്രൈസ്തവർ തങ്ങൾക്ക് ലഭിച്ച ദാനം കാത്തുസൂക്ഷിക്കാനും കൈമാറ്റം ചെയ്യാനും വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ലേഖനത്തിൻ്റെ ആരംഭത്തിൽ തന്നെ പരിശുദ്ധ പിതാവ് പറയുന്നുണ്ട്. നിക്കിയ വിശ്വാസ പ്രമാണമാണ് ഈ ലേഖനത്തിൻ്റെ കേന്ദ്രബിന്ദു. 4-ാം നൂറ്റാണ്ടിൽ സഭയെ പുലർത്താൻ സാധ്യതയുണ്ടായിരുന്ന ആരിനിസം എന്ന പാഷണ്ഡതയെ പ്രതിരോധിക്കാനാണ് നിക്കിയ സുനഗദോസ് വിളിച്ചുകൂട്ടപ്പെട്ടത്. അലക്സാണ്ട്രിയയിലെ പുരോഹിതനായിരുന്ന ആരിയോസ് ഈശോ മിശിഹ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ഒരു ഉയർന്ന സൃഷ്ടി മാത്രമാണെന്നും പിതാവിനോട് കൂടെ ആദ്യം മുതൽക്കേ ഉണ്ടായിരുന്നവനല്ലെന്നും പ്രഖ്യാപിച്ചു. അതായത് there was a time and the son was not. നിക്കിയ സുനഗദോസിൻ്റെ അടിസ്ഥാനപരമായ ഈ സത്യത്തെ ഒരു എക്യുമെനിക്കൽ കാഴ്ചപ്പാടോടുകൂടിയാണ് സമീപിക്കുന്നത്. ഈ വിശ്വാസ പ്രമാണം കത്തോലിക്ക, ഓർത്തഡോക്സ്, പല പ്രൊട്ടസ്റ്റന്റ് സഭകളിലും ആരാധനയുടെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ വിശ്വാസ പ്രമാണത്തെ കേന്ദ്രീകരിച്ച് ക്രൈസ്തവ സഭകൾക്കിടയിൽ ഐക്യം ദൃഢമാക്കണമെന്ന് പരിശുദ്ധ പിതാവ് ഈ പ്രബോധനത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വിശ്വാസ പ്രമാണത്തിൽ ഈ സത്യം ലോകത്തിൻ്റെ ഇന്നത്തെ എല്ലാ ഭയാനകമായ അവസ്ഥകളിലും യുദ്ധഭീഷണികൾ, പ്രകൃതി ദുരന്തങ്ങൾ, കടുത്ത അനീതിയിലും ഭയത്തിലും നമുക്ക് പ്രത്യാശ നൽകുന്നു. ദൈവപുത്രനായ ഈശോ മിശിഹായിൽ വിശ്വസിക്കുക എന്നതിനർത്ഥം സ്നേഹത്തിൻ്റെയും ശുശ്രൂഷയുടെയും പാതയിൽ സഞ്ചരിക്കുകയാണെന്ന് മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൻ്റെ ഐക്യത്തിൽ എന്ന ഈ ലേഖനം 1700 വർഷം മുമ്പ് നിക്കിയയിൽ പ്രഖ്യാപിച്ച അതേ സത്യത്തെ വീണ്ടും ഉറപ്പിക്കുകയും ആ വിശ്വാസം ഇന്നത്തെ ലോകത്ത് ഐക്യത്തിനും പ്രത്യാശയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രേരക ശക്തിയെ കാണാനും നമ്മെ ക്ഷണിക്കുന്നു. മാർപ്പാപ്പയുടെ പ്രബോധനം ഉൾക്കൊണ്ട് വിശ്വാസത്തിൽ ആഴപ്പെട്ട് ഈശോ മിശിഹായിൽ ഒരുമയോടെയും സ്ഥിരതയോടെയും മുന്നോട്ട് നടക്കുവാൻ നമുക്ക് ശ്രമിക്കാം. ഈശോ മിശിഹായുടെ സമാധാനം എല്ലായിടത്തും നിറയട്ടെ. ആമേൻ.